കൂടി രചനാ സംഭാഷണം രുദ്രപ്രിയ. രമേശനും മൃദുലയും ബാക്കി ബന്ധുക്കളും കൂടി രാവിലെ മൃദുലയുടെ വീട്ടിലെത്തി. അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു മൃദുല. അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിലും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ രജിസ്റ്റർ ഓഫീസിലേക്ക് തിരിച്ചത്. കസവിൻ്റെ മുണ്ടും നേരിയതും പച്ചയിൽ ത്രെഡും മിറർ വർക്കോട് കൂടിയ ബ്ലൗസും, കഴുത്തിൽ പാലക്കയുടെ ഒരു നെക്ലസും, രണ്ട് കൈയിലും ഓരോ വളയും. മുഖത്ത് മേക്കപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല. അത്രമാത്രമായിരുന്നു മൃദുലയുടെ വേഷം. രമേശൻ ഒലിവ് ഗ്രീൻ ഷർട്ടും കസവിൻ്റെ മുണ്ടും. ഈശ്വരമംഗലത്ത് നിന്ന് മാധവനും രവീന്ദ്രനും കരുണാകരനും ലതയും സുമയും പിന്നെ നന്ദുവും സത്യയും അച്ഛനും അമ്മയും വല്യച്ഛനും. രജിസ്റ്ററിൽ ഒപ്പുവെച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു ദമ്പതിമാർ. വേറെ ചടങ്ങുകളൊന്നുമില്ലായിരുന്നതുകൊണ്ട് ഈശ്വരമംഗലത്ത് നിന്ന് വന്നവർ തിരികെ പോയി. അന്ന് വൈകുന്നേരത്തോടെ നന്ദുവും സത്യയും തിരികെ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് കിടന്നു. മൃദുലയ്ക്ക് അമ്മയുടെ റൂമിനടുത്ത് മറ്റൊരു റൂം കൊടുത്തെങ്കിലും അവൾ ഇപ്പോഴും അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. പതിവ് പോലെ മൃദു അമ്മയുടെ കൂടെ കിടക്കാൻ പോയെങ്കിലും രമേശന് മാത്രം ഉറക്കം വന്നില്ല. കിടന്നുവെങ്കിലും നിദ്രാദേവി അവനെ കടാക്ഷിച്ചില്ല. റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരാന്തയിലെ കൈവരിയിൽ ഇരുന്ന് ആകാശത്തേക്ക് നോക്കി. ഇന്ന് തങ്ങളുടെ വിവാഹരാത്രിയാണ്. നിയമപരമായി തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി. ഇനി 1 വർഷം കഴിയുമ്പോൾ താലികെട്ട് ചടങ്ങ്. എന്നെ കിട്ടിയില്ലെങ്കിൽ ചാകുമെന്ന് പറഞ്ഞവൾ ആണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പോലും എന്നെ ഒന്നും മൈൻഡ് ചെയ്യാത്തത്. ഓരോന്നോർത്തുകൊണ്ട് ആകാശത്തെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കിയിരുന്നു. പിന്നിലൊരു കാൽപ്പെരുമാറ്റം കേട്ട് രമേശൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൈയും കെട്ടി അവനെ നോക്കി നിൽക്കുന്നു മൃദുല. അവളെ കയ്യിൽ പിടിച്ച് കൈവരിയിലിരുത്തി. ഇതെന്താ മാഷേ, രാത്രി ഉറക്കമൊന്നുമില്ലേ? നിസ്സാര മട്ടിൽ ചോദിക്കുന്നവളെ അത്ഭുതത്തോടുകൂടി രമേശൻ നോക്കി. എൻ്റെ പെണ്ണേ, ഇന്ന് ആർക്കെങ്കിലും ഉറങ്ങാൻ കഴിയുമോ? നിയമപരമായി നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ്. നീ ഇത്രയും അൺറൊമാൻറ്റിക് ആയ കാര്യം ഞാൻ അറിഞ്ഞില്ല. എൻ്റെ രമേശ, അൺറൊമാൻറ്റിക് ആയതുകൊണ്ടല്ല. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റർ മാരേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 1 വർഷം കഴിയുമ്പോൾ വിവാഹം. അപ്പോൾ അതുവരെ ഒരു വീട്ടിൽ നമ്മളിങ്ങനെ മിണ്ടാതെയും പറയാതെയും കഴിയണമെന്നാണോ നീ പറയുന്നത്? ആഹാ, കൊള്ളാമല്ലോ. ഒരേ ഓഫീസിൽ ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും എന്നോട് സ്നേഹമായി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത ആളാണ് ഇപ്പോൾ ഈ കിടന്ന് തുള്ളുന്നത്. അത് പിന്നെ ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അതുകൊണ്ട് മൃദുല മുഖം ചുളിച്ചു. അവളുടെ കൈകൾ രണ്ടും പിടിച്ച് തലോടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നിരങ്ങിയിരിക്കുന്ന രമേശനെ കൂർപ്പിച്ചു നോക്കി പെണ്ണ്. ഇനി നമുക്കങ്ങ് പ്രണയിക്കാം. വിവാഹം വരെ നമുക്ക് ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കാം. വിവാഹം വരെ മാത്രമോ? അപ്പോൾ അത് കഴിഞ്ഞോ? വിവാഹത്തിന് ശേഷവും പ്രണയിക്കാം. കള്ളക്കാമുക. അപ്പോൾ ഇത്രയും കയ്യിലുണ്ടായിരുന്നിട്ടാണ് എന്നെ ഇട്ട് ചക്രശ്വാസം പഠിപ്പിച്ചത്. നമുക്കല്പം പുറത്തിറങ്ങിയിരിക്കാം. നല്ല നിലാവുണ്ട് മൃദു. അവൻ്റെ കയ്യിൽ കൊരുത്തു പിടിച്ച് മൃദുലയും പുറത്തേക്കിറങ്ങി അല്പദൂരം നടക്കുമ്പോൾ അവരുടെ പറമ്പിൽ തന്നെ ചെറിയൊരു തോടുണ്ട്. 2 പേരും കൂടി അവിടെ ചെന്നിരുന്നു. മൃദുല ഇരുന്നപ്പോൾ രമേശൻ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവളുടെ കൈ അവൻ്റെ മുടിയിൽ വാത്സല്യത്തോടെ തലോടി. നിനക്ക് ശരിക്കും സന്തോഷമാണോ മൃദു? എന്തിനാ രമേശ അങ്ങനെ ഒരു ചോദ്യം? എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലൂടെ അല്ല ഞാൻ കടന്നു പോകുന്നത്. ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിനങ്ങൾ. എനിക്ക് ചുറ്റും നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും അച്ഛൻ, അമ്മ, ഈ 2 ഊഷ്മളമായ ബന്ധം എനിക്ക് നഷ്ടമായി പോയല്ലോ എന്ന വേദന എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ ഞാനൊരു ഭാര്യയാണ്. എൻ്റെ എന്ത് സങ്കടത്തിനും കാവലായി രമേശനൊപ്പമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അമ്മയുടെ വേർപാട് എന്നെ അനുനിമിഷം വിഷമിപ്പിക്കുന്നു. അവളുടെ കണ്ണുകൾ നീരണിഞ്ഞതും നിലാവെട്ടത്തിൽ അവ തിളങ്ങുന്നതും രമേശൻ നോക്കിക്കിടന്നു. അവളുടെ വലത് കൈ മുഖത്തോട് ചേർത്ത് ചുംബിച്ചു. ഇനിയും ഈ കണ്ണുകൾ നിറയരുത്. നിനക്ക് ചുറ്റും എല്ലാവരും ഉണ്ട്. അതാദ്യം നീ ഉൾക്കൊള്ളണം. നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് ഒരു താലിച്ചരടിൻ്റെ ആവശ്യമില്ല. ഈ കാത്തിരിപ്പിൻ്റെ സുഖം അത് ഒന്ന് വേറെ തന്നെയല്ലേ? അതുവരെ നമുക്ക് ഇങ്ങനെ പ്രണയിക്കാം. അവളുടെ വയറിലേക്ക് മുഖം അമർത്തി വെച്ചു രമേശൻ. ഏറെ നേരം അവർ അവിടെ ഇരുന്നു. ഇനി പോകാം നമുക്ക്. നേരെ ഒരുപാടായി രമേശൻ മൃദുലയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അതെ, ഇടയ്ക്കിടയ്ക്കുള്ള ഈ രമേശൻ വിളിയിൽ അങ്ങ് മാറ്റി വെച്ചേക്കണം. ഒത്തിരി പഴഞ്ചനാണ് എൻ്റെ വീട്ടുകാർ. അവരാരും ഒന്നും പറയില്ല തന്നോട്. പക്ഷേ എങ്കിലും താൻ എന്നെ രമേശേട്ടാന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. സോറി, ഇനി ഞാനത് ഓർത്തോളാം. രമേശൻ എഴുന്നേറ്റ് മൃദുലയെയും എഴുന്നേൽപ്പിച്ചു. പോകാം. അവൾ മുന്നിലേക്ക് നടന്നു. എൻ്റെ പെണ്ണെ, ഇന്ന് നമ്മുടെ വിവാഹ ദിവസമാണ്. എനിക്കൊന്നുമില്ലേ തരാൻ? എന്താണ് സാറിൻ്റെ ഉദ്ദേശം?
ദുരുദ്ദേശമൊന്നുമില്ല, എന്നാലും ഭർത്താവിൻ്റെ ചില അവകാശങ്ങളുണ്ടല്ലോ, അത് മതി. അവളെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തു. രമേശൻ്റെ ഭാര്യയായ ശേഷമുള്ള ആദ്യ ചുംബനം. ചുണ്ടുകളിൽ ചേക്കേറിയ ചുംബനം മൃദുവിനെ തളർത്തുന്നുണ്ടായിരുന്നു. ഇടത് കൈ രമേശൻ്റെ തലയ്ക്ക് പിന്നിൽ മുടിയിൽ തഴുകി വലത് കൈ അവൻ്റെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ചു. മൃദുവിനെ ഒന്ന് ഉയർത്തി അവൻ്റെ കാലിൽ കയറ്റി നിർത്തി അവളുടെ ചുണ്ടിനെ നാവുകൊണ്ട് ചുഴറ്റി ചപ്പി വലിച്ചു. ആദ്യമായി അറിയുന്ന വികാര തള്ളിച്ചെയ്യിൽ അവളുടെ മാറിടം കൂർത്തു. ശരീരം കോരിത്തരിച്ചു. കഴുത്തൽപ്പം പിന്നിലാക്കി അവിടെ ചുണ്ട് ചേർത്ത് നാവുകൊണ്ടൊഴിഞ്ഞപ്പോൾ അവൾ നടുവ് വളച്ച് പിന്നിലേക്ക് പോയി. രമേശേട്ടാ, കാറ്റുപോലെ നേർത്തൊരു ശബ്ദം. മൃദു പാതി വിടർന്ന ചുവന്ന റോസാപ്പൂവികൾ പോലുള്ള ചുണ്ടിൽ വീണ്ടും രമേശൻ്റെ പല്ലുകൾ ആഴ്ന്നു. അവൻ്റെ കൈ സാരിക്കിടയിലൂടെ പൊക്കിളിൽ തഴുകിയപ്പോൾ കാലിലെ പെരുപ്പ് വിരലിൽ കൂടി ശരീരമാകെ പടർന്നു. അവളുടെ ആവേശത്തിന് ആക്കം കൂട്ടാൻ രമേശൻ്റെ വിരൽ അവളുടെ പൊക്കിളിൻ്റെ ആഴങ്ങൾ തേടുമ്പോൾ അവളുടെ നാവും ചുണ്ടും അവൻ്റെ ചുണ്ടിൽ പലകുറി മുറിവേൽപ്പിച്ചു. രസച്ചരട് പൊട്ടിക്കാനെന്ന വണ്ണം ഭൂമിയെ നനച്ചുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങിയതും മൃദു തളർച്ചയോടെ രമേശൻ്റെ മാറിലേക്ക് വീണു. അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തൊടിയിലെ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ആ വെളിച്ചത്തിലും കാണാമായിരുന്നു പെണ്ണിൻ്റെ മുഖത്തെ ആലസ്യത്തിൻ്റെ ചുവപ്പ്. അവൻ്റെ മാറിൽ തലചേർത്ത് മുഖത്തേക്ക് നോക്കി കിടക്കുമ്പോൾ അവൻ്റെ കൈവിരലുകൾ കാട്ടുന്ന കുസൃതിയിൽ അവൾ ചുണ്ടു കുറിപ്പിച്ചു. ഇങ്ങനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയാൽ 1 വർഷം കഴിഞ്ഞ് വിവാഹമാകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും താലികെട്ട് ചടങ്ങിന് പോകുന്നത്. നേർത്ത പുഞ്ചിരിയായിരുന്നു മൃദുലയുടെ മറുപടി. മഴ ശക്തിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇരുവരും വേഗം വീട്ടിലേക്ക് നടന്നു. അവളുടെ മുറിയിലേക്ക് കയറിപ്പോകാൻ നേരം ഒരിക്കൽ കൂടി രമേശനെ നോക്കാൻ അവൾ മറന്നില്ല. അവനെ നോക്കിയിരുന്നു, അവളുടെ ചിരിയും നോട്ടവും. രമേശൻ ആലോചിക്കുകയായിരുന്നു. ഇന്നലെ വരെ ഒരു നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ ഒന്നും അവളെ അലോസരപ്പെടുത്തിയില്ല. പക്ഷേ ഇന്ന് തൻ്റേതായപ്പോൾ ആ അവകാശം നൽകുന്ന സുഖം അത് വേറെ തന്നെയാണ്. ഏറെ നേരം അവളെ തന്നെ നോക്കി നിന്നതിന് ശേഷം മുറിയിലേക്ക് പോയി. ബെഡിലേക്ക് വീഴുമ്പോൾ തലയണയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു രമേശൻ. അതിലേക്ക് മുഖം അമർത്തി ചുംബിക്കുമ്പോൾ പെണ്ണിൻ്റെ മണമായിരുന്നു. ചുണ്ടിൽ സ്ഥാനം പിടിച്ച പുഞ്ചിരിയോടുകൂടി ഉറക്കത്തിലേക്ക് വഴുതി വീണു. മൃദുല ഉടുത്തിരുന്ന നനഞ്ഞ സാരി അഴിച്ചു മാറ്റി കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കണ്ടു കഴുത്തിൻ്റെ ഇടതുവശത്തായി ചുവന്നു കിടക്കുന്ന ഒന്നിലേറെ പാടുകൾ. അവയിലൂടെ വിരലോടിക്കുമ്പോൾ നാണത്തിൽ കുതിർന്ന പുഞ്ചിരി അവളുടെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു. രമേശൻ്റെ കൈവിരലിൽ തീർത്ത ചുവന്ന പാടുകളിൽ അവൾ തൻ്റെ കൈ ചേർത്ത് വെച്ചു. ആ വേഷത്തിൽ തന്നെ വീട്ടിലേക്ക് വീണു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് അസഹ്യമായ വേദന തോന്നി. രാത്രിയിൽ മഴ നനഞ്ഞതിന് ശേഷം തല തോർത്താതെയാണ് കിടന്നതെന്ന് അപ്പോഴാണ് ഓർത്തത്. തലയിൽ നിറയെ വെളിച്ചെണ്ണ പൊത്തിവെച്ച് കുളിമുറിയിൽ കയറി. തണുത്ത വെള്ള ശരീരത്തിൽ വീണപ്പോൾ വല്ലാത്ത കുളിർമ. കുളിച്ച് വസ്ത്രം മാറാൻ എടുക്കുമ്പോഴാണ് കഴുത്തിലെ പാട് ശ്രദ്ധിച്ചത്. അമ്മയും അച്ഛനൊക്കെ കണ്ടാൽ നാണക്കേടാണല്ലോ എന്നോർത്ത് വേഗം ഒരു ചുരിദാർ എടുത്തിട്ടു. അതിനുശേഷമാണ് അടുക്കളയിലേക്ക് കയറിയത്. ചായ ഒഴിച്ച ഫ്ലാസ്കിലേക്ക് മാറ്റുന്ന അമ്മയെ കണ്ട് അവൾ അല്പനേരം അവിടെ നിന്നു. ആഹാ, മോള് രാവിലെ കുളിയും കഴിഞ്ഞോ? എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ മോളെ? രാവിലെ ഡ്രസ്സ് മാറി നിൽക്കുന്നു. ഇല്ലമ്മേ, ഞാൻ വെറുതെ ഇതെടുത്തിട്ടതാ. വീട്ടിൽ നിൽക്കുമ്പോൾ ചുരിദാർ ഇടുന്നതാണ് നല്ലത്. സാരിയും ഉടുത്തുകൊണ്ട് നിൽക്കുന്നത് പാടല്ലേ. അമ്മയ്ക്ക് മോളി ചുരിദാറും ധാവണി അണിയുന്നതൊക്കെ തന്നെയാണ് ഇഷ്ടം. മോൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതിട്ടോ. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല. എല്ലാം കേട്ട് മൃദു ചിരിച്ചു. കുറച്ചുനാൾ കൊണ്ട് തന്നെ അവൾക്ക് അമ്മയുടെ സ്വഭാവം ഏകദേശം മനസ്സിലായി. ഇതേ സ്വഭാവമാണ് നന്ദുവിന് എന്നവൾ ഓർത്തു. കാപ്പിക്ക് എന്താ അമ്മ ഉണ്ടാക്കേണ്ടേ? ഞാൻ ആക്കിക്കൊള്ളാം. അമ്മ അപ്പുറത്ത് പോയിരിക്കുക. നമുക്ക് 2 പേർക്കും കൂടി ചെയ്യാം. ആദ്യം എന്തായാലും ഈ ചായ കുടിക്കാം. അതിനുശേഷം മതി അടുക്കളയിൽ കയറുന്നത്. മൃദുലയുടെ കൈയും പിടിച്ച് അമ്മ വരാന്തയിലേക്ക് വന്നു. അമ്മ കസേരയിലിരുന്നപ്പോൾ മൃദുല കൈവരിയിൽ കയറിയിരുന്ന് പുറത്തേക്ക് നോക്കി ചായ ഊതി കുടിച്ചു. തലേ ദിവസത്തെ മഴയിൽ ചെടികളിൽ പറ്റിയിരുന്ന മഴത്തുള്ളികളെ കാണാൻ തന്നെ രസമായിരുന്നു. സൂര്യപ്രകാശത്തിൽ അവ വെട്ടിത്തിളങ്ങുന്നത് കണ്ടപ്പോൾ അതേ തിളക്കം അവളുടെ മുഖത്തും ഉണ്ടായി. ചായ കുടിച്ചു കഴിഞ്ഞ് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് വാങ്ങി നേരെ അടുക്കളയിലേക്ക് പോയി. ഒരു ഗ്ലാസ്സിൽ ചായ പകർന്ന് രമേശൻ്റെ റൂമിലേക്ക് ചെന്നു. മുറി തുറന്നകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു തലേ ദിവസത്തെ അതേ വേഷത്തിൽ കിടപ്പാണ് രമേശ. ചായ അടുത്തുള്ള മേശമേൽ വെച്ച് രമേശൻ്റെ അടുത്തേക്കിരുന്ന് അവനെ കുടുക്കി വിളിക്കുമ്പോൾ ശരീരത്തിൽ തൊടുമ്പോൾ തന്നെ ചൂട്. ഈശ്വര, പനിക്കുന്നുണ്ടല്ലോ. ഇന്നലെ മഴയും നനഞ്ഞ് അതേ വേഷത്തിൽ വന്ന് കിടന്നതാണ്. അവൾ ഒരിക്കൽ കൂടി രമേശനെ തട്ടി വിളിച്ചു. കണ്ണ് വലിച്ചു തുറന്ന് രമേശൻ എഴുന്നേറ്റ്. തലവേദനയും ശരീരം ആസകലം വേദനയും. അവൻ ക്ഷീണിച്ച മുഖത്തോട് മൃദുവിനെ നോക്കി. ഇന്നലെ മഴയും നനഞ്ഞ് വേഷം മാറാതെയാണോ കിടന്നത്?
അതുകൊണ്ടല്ലേ ഇന്ന് ഇത്രയും പനിക്കുന്നേ. പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഞാൻ ഈ മഴ നനയുന്നതൊന്നും പുതിയ കാര്യമല്ല, പക്ഷെ പനി പിടിക്കുന്നത് ആദ്യമായാണ്. എടി പെണ്ണേ, ഇത് സന്തോഷത്തിൻ്റെ പനിയാണ്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മണ്ടത്തരം പറയാതെ. എനിക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരാറുള്ളതാണ്. മോള് പോയി ഇക്കടുപ്പത്തിലൊരു ചുക്ക് കാപ്പി ഇട്ട് കൊണ്ട് വന്നാൽ തീരുന്ന പനിയേ ഉള്ളൂ. അവൾ വേഗം റൂമിന് പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി ഉണ്ടാക്കി. ആർക്കാ മോളെ ചുക്ക് കാപ്പി? രമേശ് ചേട്ടന് പനിയാണ്. ഈ ചെക്കൻ്റെ ഒരു കാര്യം, മഴ മാനത്ത് കണ്ടാൽ പിന്നെ അവൻ വേഴാമ്പലിനെ പോലെയാണ്. ഇത് വേഗം കൊണ്ടു കൊടുക്ക്. ഇത് കുടിച്ചു കഴിയുമ്പോൾ തീരുന്ന പനിയെ അവൻ ഇന്ന് വരെ വന്നിട്ടുള്ളൂ. അവളുടെ മുഖഭാവം കണ്ട് അവർ സമാധാനപ്പെടുത്തി. അമ്മ കൊടുത്ത ചുക്കുകാപ്പിയുമായി രമേശൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആൾ എഴുന്നേറ്റ് കട്ടിലിൽ ചാരിയിരിക്കുന്നു. അവളെ കണ്ടതും ചിരിച്ചു. ദേഷ്യത്തിൽ ചുക്കുകാപ്പി ബലമായി ടേബിളിൽ വെച്ചു. അതിൽ നിന്നും അല്പം പുറത്തേക്ക് തെറിച്ചു. ഇളിക്കല്ലേ രമേശ, മഴ നനഞ്ഞാൽ പനി പിടിച്ച് ഇതുപോലെ കിടപ്പിലാവുമെന്ന് അറിയാമായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു പിന്നെ? സങ്കടം വന്നു മൃദുവിനെ. എൻ്റെ മൃദു, നീ ഇങ്ങനെ കരയാൻ കാരണമില്ലാതെ ഇരിക്കുകയാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കാപ്പി കുടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. രമേശന് അങ്ങനെയൊക്കെ പറയാം. എനിക്കിതൊക്കെ കാണുന്ന സങ്കടമാണ്. ആ പോട്ടെ, ഈ ഒരു തവണത്തേക്ക് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, സത്യം. അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. നീ ഇങ്ങനെ ചേർന്നിരുന്നാൽ തീരാവുന്ന പനിയേ ഉള്ളൂ മൃദു എനിക്ക്. ഇന്നലത്തേതിൻ്റെ ബാക്കി തുടങ്ങാൻ പോകുവാണോ രമേശ? ഇല്ല പെണ്ണെ, വെറുതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ ഇരുന്നാൽ അത് മതി. പിന്നെ ഓഫീസിൽ പോയി തുടങ്ങണ്ടേ മോളെ? അവിടുത്തെ കാര്യങ്ങളും ഞാനും നീയുമില്ലാതെ അവതാളത്തിലാവില്ലേ? എനിക്കറിയാം. എന്നിട്ടാണോ നീ ഇങ്ങനെ? എത്ര പാടുപെട്ടാണ് നീ ഇത് ഇത്രയും നല്ലൊരു പൊസിഷനിൽ കൊണ്ടെത്തിച്ചത്. നമുക്ക് ഒരുമിച്ച് നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങിയാലോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കയറി ചെല്ലുമ്പോൾ എല്ലാവരും എന്ത് കരുതും? നീ കമ്പനി മാനേജരും ഞാൻ നിൻ്റെ സ്റ്റാഫും ആണെന്ന് കരുതും. തൽക്കാലം ആരെയും ഒന്നും അറിയിക്കേണ്ട. വിവാഹത്തിന് നമുക്ക് എല്ലാവരെയും ക്ഷണിക്കാം, അതുപോലെ. അതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ സ്നേഹിച്ചാൽ മതി. അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. പിന്നെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് അല്പം ജോലിയുണ്ട്. ഞാൻ ഷേർലിയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊന്ന് തിരക്കട്ടെ. കുറേയേറെ മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും നോക്കി റിപ്ലൈ കൊടുക്കാനുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു ഇത്രയും ദിവസം. അതൊക്കെ ഒന്ന് നോക്കി വെക്കട്ടെ. ഈ ചുക്കുകാപ്പി കുടിച്ച് നല്ല കുട്ടിയായി കിടക്ക്. അവൻ്റെ കവിളിൽ തലോടി അവൾ പുറത്തേക്കിറങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തന്നെയും നോക്കി കിടങ്ങുന്നവനെ. തിരികെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ നിറകയിൽ ചൂണ്ടി ചേർത്തു. ഇരു കവിളിലും കൈ ചൂണ്ടി കാണിച്ചപ്പോൾ അവൾ അവൻ്റെ ഇരു കവിളിലും ചൂണ്ടി ചേർത്തു. എൻ്റെ ദച്ചുവേ, നീ ഇങ്ങനെ എന്നെ സ്നേഹിക്കല്ലേ പെണ്ണെ. ബെഡിൽ കിടന്ന പെണ്ണ് ലാപ്പ് കണ്ടപ്പോൾ നീന്തി ഇഴഞ്ഞ് അതിൽ കയറി കിടക്കുന്നു. ചെയ്തുകൊണ്ടിരുന്ന വർക്ക് മുഴുവൻ എവിടെയോ പോകുന്നത് കണ്ടു ശിവ. താടയ്ക്ക് കൈയും കൊടുത്തിരുന്നു. എടി കള്ളി പെണ്ണേ, നീ അച്ചയുടെ പണി കളയുമോ? ചോദിച്ചുകൊണ്ട് ശിവ മോളെ എടുത്ത് മടിയിൽ കിടത്തി. 8 മാസമായി. പെണ്ണ് ഇഴച്ചിലും നീന്തലും എവിടെയെങ്കിലും പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെയുള്ള ശ്രമമാണ്. നീല് കുളിക്കാൻ കയറിയ നേരത്ത് ദച്ചു ഉറക്കമായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് കുറച്ച് പെൻഡിങ് വർക്കുള്ളത് തീർക്കാമെന്ന് കരുതി ലാപ്പുമായിരുന്നത്. അപ്പോഴേക്കും അതാ പെണ്ണുണർന്നു ലാപ്പിൽ കയറി. കുറച്ചു നേരം ശിവ എങ്ങനെയൊക്കെയോ അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിശപ്പടിച്ചപ്പോൾ പെണ്ണിൻ്റെ സ്വഭാവം മാറി. അവൾക്ക് ഉറക്കത്തിൻ്റെ സമയമായി എന്ന് ശിവയ്ക്ക് മനസ്സിലായി. ഇനി പാല് കുടിച്ചാൽ മാത്രമേ അവൾ അടങ്ങിക്കിടക്കൂ. കരച്ചിലിൻ്റെ ശക്തി കൂടിയതും ശിവ മോളെ എടുത്തുകൊണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നീലു, നീലുവേ. കുളിമുറിയുടെ ഡോറിന് മുന്നിൽ ചെന്ന് വിളിച്ചു. എടി, കുഞ്ഞുണർന്ന് വിശക്കുന്നെന്ന് തോന്നുന്നു, ഒരേ കരച്ചിൽ. നീ പെട്ടെന്നൊന്ന് ഇറങ്ങി വന്നേ. എൻ്റെ ശിവേട്ടൻ, ഞാൻ കുളിക്കാൻ കയറിയതല്ലേ ഉള്ളൂ. കുളിമുറിയിലെങ്കിലും എനിക്ക് അല്പം സൂര്യ എന്താ? പറച്ചിലിനൊപ്പം കുളിമുറി തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. നിലവിളിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി വിശപ്പ് അധികമായെന്ന്. ഓ അമ്മയുടെ ചക്കരയേ, ഇങ്കി താരാലോ അമ്മയുടെ പൊന്നിന്. പറഞ്ഞുകൊണ്ട് ബെഡിൽ കയറി ചമ്മണം മടിഞ്ഞിരുന്നു നീലു. മോളെ മടിയിൽ കിടത്തി മുല കൊടുത്തു. അവളുടെ തുടയിൽ പതിയെ താളം പിടിച്ചു. ശിവയെല്ലാം നോക്കി ബെഡിൽ കൈയും കുത്തി കിടന്നു. എത്ര പെട്ടെന്നാണ് ഭാര്യയിൽ നിന്നും അമ്മയിലേക്കുള്ള അവളുടെ മാറ്റം. കുഞ്ഞുറങ്ങിയതും തോളിൽ കിടത്തി ഗ്യാസ് കളഞ്ഞു തൊട്ടിലിൽ കിടത്തി. അല്ല മോളെ, അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെയാ? ഞാനും കുറച്ച് നാളായി പട്ടിണിയായി. ശിവേട്ട പോയേ. അമ്മയും അപ്പച്ചിയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാൾ സൂക്ഷിക്കണമെന്ന്. എന്ത് സൂക്ഷിക്കാൻ? ശിവ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അത് പിന്നെ ദച്ചുമോള് വലുതായിട്ട് മതി ഇനിയൊരു കുട്ടിയെന്ന്. അത് നന്നായി. മോളുടെ കല്യാണം വരെയാണോ ഉദ്ദേശിച്ചത്? എടി പൊട്ടി, ഞാൻ എന്താ അത്രയ്ക്ക് ബോധമില്ലാത്തവനാണോ? ഡെലിവറിക്ക് ശേഷമുള്ള നിൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് നമുക്ക് ദച്ചു മാത്രം മതിയെന്ന്. നീ എന്തുമാത്രം സങ്കടപ്പെട്ടു മോളെ. നമുക്ക് ഇവ മാത്രം മതി ദേവി. എനിക്കൊരു മോനും കൂടി വേണം ശിവേട്ടനെ പോലെ. അത് വേണോ മോളെ? നന്നായി. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഞാൻ അതൊക്കെ നേരത്തെ ആലോചിച്ചു. എൻ്റെ മോക്ക് അനിയൻ വേണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലാവാം.
വേണം വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാ? ഇങ്ങടുത്ത് വാ. അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ശിവേട്ട, മോൾ ഉണരും. ഇല്ലടി, അവളിപ്പോൾ ഉറങ്ങിയല്ലേ ഉള്ളൂ. തുടരും.